കൊച്ചവിടെ? അവളകത്ത് കിടന്ന് ഉറങ്ങുക. അല്ല, അവരൊക്കെ ആരാ? എനിക്കങ്ങനെ അറിയാനാ? ഒന്നില്ലെങ്കിൽ പോലീസ് നമ്മളെ ചേസ് ചെയ്യണം, അല്ലെങ്കിൽ പാരന്റ്സ് നമ്മളെ ചേസ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇവരൊക്കെ ആരാ? എനിക്കറിയില്ലെന്ന്. നിനക്കറിയുന്ന കാര്യങ്ങൾ എനിക്കും അറിയും. നീ അഡ്രസ് മിസ്സായി ഇങ്ങോട്ടേക്ക് കയറാന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു. നമ്മളിപ്പോ എവിടെയാണെന്ന് പോലും അറിയാതെ അഗതിയായിട്ട് കയറിയിരിക്കുകയാണെന്ന്. അതാ ശരിക്കും സംഭവിച്ചത്. എന്റെ പൊന്നു മുത്ത്, ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് വയ്യാതിരിക്കുക. കിടന്നുറങ്ങാൻ നോക്ക്, കാലത്ത് പോകാനുള്ളതല്ലേ. തൽക്കാലം ഇപ്പൊ കിടക്കാം, നമുക്ക് പോകുന്ന വഴിക്ക് സംസാരിക്കാം. പറയടാ. നിനക്ക് അവിടെ നിന്നൊരു പരിപാടി? എഴുന്നിട്ടൊന്ന് കാറി കയറ്. എടാ, ആരടാ നീ? നിന്നെയൊക്കെ. എടാ വിക്കി, നീ ഇവിടെ എന്താടാ പരിപാടി? വാട രണ്ടെണ്ണം അടിച്ചിട്ട് വരാടാ. നിനക്ക് വേറെ ഒരു പണിയില്ലല്ലേ? വന്നേ, കയറാൻ നോക്ക്. ഞാൻ മര്യാദക്ക് എന്റെ പാട്ടിന് നടന്നു പോയേനെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഈ തൽക്കാലം ഒന്നും പറയാൻ നിൽക്കണ്ട, മിണ്ടാതിരുന്നാ മതി. ഞാൻ കൊണ്ടാക്കാം. അതുവരെ സൈലൻസ്. നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നടന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കാറിലിരുന്നൊക്കെ പോകുമ്പോ എനിക്ക് ഛർദ്ദിക്കാൻ വരുവാടാ. നിനക്ക് എന്തുവേണേലും പറയാലോ. ഓസിക്ക് ബിയർ, AC ഇട്ട കാറ്. അപ്പൊ പിന്നെ ഇങ്ങനെ വായി തോന്നുന്നു പറയാം. പണിയല്ലേ? നിക്ക് നിക്ക് നിക്ക്, ഒന്ന് പിടിച്ചു വെക്കി. ഞാൻ നിർത്താം. ഇതിലൊന്നും വാള വെക്കല്ലേ, ഇറങ്ങി പോയി. മഴയോ? നീ പോവാൻ നോക്ക്. എടാ നിക്കടാ. ഇതാ സാർ എന്നോട് നടന്നത്. എന്നെ വിടൂ സാർ, പ്ലീസ് സാർ. സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. സാർ, എന്റെ അമ്മയാണ് സത്യം സാർ. എനിക്ക് വേറൊന്നും അറിയില്ല സാർ. അവരുടെ ഫോട്ടോ വല്ലതുണ്ടോ? ഫോൺ നമ്പർ ഉണ്ട് സാർ. രാമു, സർ. നോട്ട് ചെയ്യേ. ഓക്കെ സർ. 97405817 സാർ. വിളിച്ചു നോക്കണോ നമ്പറിൽ? സർ, സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത്. ആ നമ്പർ ആരുടേതാണെന്ന് കണ്ടുപിടിക്കണം. ശരി സാർ. ഈ ഇൻഫർമേഷൻ എല്ലായിടത്തേക്കും പാസ് ചെയ്യേ. ചെയ്യാം സർ. അവനെ കണ്ടുകിട്ടിയ കൊന്നിട്ടാണെങ്കിലും ആ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരണം. ശരി സാറേ. വലിയൊരു കിഡ്നാപ്പർ വന്നിരിക്കുന്നു. ഒരുമാതിരി ഇടപാടായിപ്പോയി. ചേട്ടാ, എത്ര നേരം എടുക്കും? ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ തീരും സാർ.
ചേട്ടാ ഒന്ന് കുറച്ച് പെട്ടെന്നാക്കോ. ദേ കഴിയാറായി സാർ. കഴിഞ്ഞു സാർ. എന്താണ്? 150 രൂപ സാർ. ഇയാളല്ലേ അത്? ഒരു സീറ്റ് എടുത്തേ. ആ ഞാൻ സാർ. ഒരെണ്ണം എടുത്തതാടോ. ആ ശരി. ബോസേ, നിന്നെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ടാ. എന്താന്ന് പറ ബോസേ. ഫോട്ടോ അയച്ചത് നീ കണ്ടില്ലേ? അല്ല ബോസ്, ഈ ഫോട്ടോ ആർക്കാ അയച്ചു കൊടുത്തേ? അണ്ടർവേൾഡ് കിങ്ങിനല്ലേ? നാട്ടില് മുഴുവൻ പരതുക, ചുമ്മാ പരത് അല്ല, ഫുൾ ഒബ്സർവേഷനിൽ പരതിക്കൊണ്ടിരിക്കുക. ഈ കാര്യത്തിലൊരു ടെൻഷൻ വേണ്ട. ഈ കാര്യം സാധിച്ചു എന്ന് കൂട്ടിക്കോ. പിന്നെ അവസാനം നമ്മളെയും പരിഗണിക്കണേ. ആദ്യം ഏൽപ്പിച്ച ജോലി നീ പ്രതീക്ഷിക്കാത്തതിലും വലിയ തുക നിനക്ക് കിട്ടും. ഓക്കെ ബോസ്, എന്റെ ഡീലൊന്ന് കഴിഞ്ഞോട്ടെ. ഇനി സിഗരറ്റ് അല്ല, തന്റെ കട മൊത്തമായിട്ട് അങ്ങ് വാങ്ങും. ഇത് പറ്റില്ലായിരിക്കോ? ഇയാളെ കൊണ്ട് ഉള്ള പറ്റുവരെ ഇതുവരെ തീർന്നിട്ടില്ല. ആ കുട്ടി ഈ ഭാഗത്ത് എവിടെയുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവരുത്. ആ കുട്ടിയിലത് തിരിച്ചെന്ന് അറിയാലോ. ഒരു മിനിറ്റ്. കൊച്ചു നമ്മുടെ ഏരിയയിലുണ്ട്. ഓക്കെ ബോസ്. എത്രയും പെട്ടെന്ന് പരിപാടി തീർത്ത് വരാൻ നോക്ക്. ശരി ബോസ്. ഒരു കാരണവശാലും മിസ്സായി പോരുത്. ഒരു കാരണവശാലും മിസ്സാവില്ല ബോസ്. കൊച്ചിനെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. ഞങ്ങൾ ഇവിടെ ഇല്ലേ, മിസ്സാവില്ല. അവിടെ കുട്ടി അവിടെ ഉണ്ടോ? പിടിക്കണം. ആ കുട്ടി ഈ പരിസരത്ത് തന്നെ ഉണ്ട്. എവിടെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കണം. ശരിയാണ്. നിങ്ങൾ ഈ വഴിക്ക് വിട്ടോ, രണ്ടുപേരും അങ്ങോട്ട് പോ. നോക്കി നിൽക്കാതെ ചെല്ലടാ. നിങ്ങൾ ആരും കണ്ടില്ല? ഇല്ല, ഇവിടെ കണ്ടില്ല. എടാ, നോക്കി നിൽക്കാതെ പോയി കണ്ടുപിടിക്കണം. എവിടെ ഉണ്ടെങ്കിലും വിടരുത്. ചെല്ല്, വേഗം ചെല്ല്.
ചേട്ടാ, ചേട്ടൻ ആരാ തല്ലിയത്? ഡാ! പറയടാ. ബോസ്, ആ ബേബി നമ്മുടെ വീട് മിസ്സായി. ബേബി പിന്നെ മിസ്സായെന്ന്. ഡാനി, നീ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങളും ശരിയായ റൂട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അവക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല. അവളില്ലാത്ത ഈ വീട്ടില് എന്നെ കൊണ്ട് ഒരു നിമിഷം പോലും താമസിക്കാനും പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ വിഷമമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ എങ്ങനെ ചെയ്യുന്നോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം. നോക്ക്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കെ. അവളെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്ത. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എനിക്കെന്തോ നല്ല പേടിയുണ്ട്.